2024 റീ റിസൾട്ട് വരുമ്പോൾ 50 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് നഷ്ടമായത്. നിരവധി കുട്ടികളുടെ മാർക്ക് കുറയാൻ ഇടയാക്കിയ, അവരെ നെഗറ്റീവ് മാർക്കിലേക്ക് എത്തിച്ച ആ ഒരു റീസൺ ഇതാണ്. നീറ്റിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു വർഷമായിരുന്നു 2024. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറെ കൺഫ്യൂസിംഗ് ആയിരുന്ന ഫിസിക്സിലെ ഈ ഒരു ചോദ്യം. ഓപ്ഷൻ 3 ആയിരുന്നു ആദ്യം ശരി ഉത്തരമായി പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഓപ്ഷൻ 1 എഴുതിയ കുട്ടികൾക്ക് കൂടി മാർക്ക് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് NT എത്തുകയായിരുന്നു. ഓൾഡ് NCERTയും ന്യൂ NCERTയും പരിഗണിച്ചാൽ 2 ഉത്തരങ്ങളും ശരിയായി വരുന്നു. അതായിരുന്നു ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിലെ കാരണം. ഈ 2 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്തരം പിക്ക് ചെയ്ത കുട്ടിക്ക് മാർക്ക് നൽകുകയും അത് ബേസ് ചെയ്തിട്ടുള്ള നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതോടെ 67 കുട്ടികളാണ് 720ൽ 720 മാർക്ക് കരസ്ഥമാക്കി ആദ്യ റാങ്കുകൾ നേടിയെടുത്തത്. എന്നാൽ പിന്നീട് ഓൾഡ് NCERT ഫോളോ ചെയ്ത ആൻസർ ഒഴിവാക്കുകയും ന്യൂ NCERT പ്രകാരമുള്ള ഉത്തരം മാത്രം ശരി ഉത്തരമായി പരിഗണിക്കുകയും ചെയ്തു. ഇതോടെ 44 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് നഷ്ടമായത്. അത് മാത്രമല്ല, അവരുടെ മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ 715ലേക്ക് താഴുകയും ചെയ്തു. നിരവധി കുട്ടികളുടെ മാർക്കിനെ അഫക്റ്റ് ചെയ്ത ഈ ഒരു ഇൻസിഡന്റിൽ നിന്നും നിങ്ങൾ എന്ത് ലെസൺ ആണ് പഠിക്കേണ്ടത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് NCERT. നിങ്ങൾ എപ്പോഴും റെഫറൻസ് ആയി വെക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. കഴിഞ്ഞ വർഷം നീറ്റ് 2024ൽ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച 3 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. Question number 1, NCERT textbook, page number 279, topic sublimation. Question number 2, NCERT textbook, page number 302, paragraph number 3. And question number 3, page number 285, cyclic structure of glucose, point number 1. ഈ ഒരു 3 ചോദ്യങ്ങൾക്ക് മാത്രമല്ല ഇത് ആപ്ലിക്കബിൾ. The whole topics are purely based on NCERT. So NCERT ഫോക്കസ് ചെയ്ത് NCERT ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾക്ക് തീർച്ചയായും ആവശ്യമാണ്. കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NCERT ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, അതേപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ. യെസ്, അപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടൈം മാനേജ്മെന്റോടുകൂടി പഠിക്കുക. നല്ല പോണക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഈ വർഷം തന്നെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.